കഴിഞ്ഞ നവംബർ 5 രാത്രി 10:30 പാലാ മിനി സിവിൽ സ്റ്റേഷന് സമീപത്തുണ്ടായ വാഹനാപകടത്തിലാണ് റോസമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി കടയ്ക്ക് മുന്നിൽ ഓട്ടോറിക്ഷ നിർത്തി ഭർത്താവ് ഉലഹന്നാൻ പുറത്തിറങ്ങിയതിന് പിന്നാലെ പിന്നിൽ നിന്നും അമിത വേഗത്തിലെത്തിയ കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോഡിലേക്ക് വീണ റോസമ്മയുടെ മുകളിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു വീഴുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ റോസമ്മയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നവംബർ 11 മസ്തിഷ്ക മരണം സംഭവിച്ചു. ഇതേ തുടർന്നാണ് കുടുംബാംഗങ്ങൾ റോസമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. റോസമ്മയുടെ ഒരു പേർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊന്ന് എറണാകുളം അമൃത ആശുപത്രിയിലേക്കും, കരൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്കും, നേത്രപടലങ്ങൾ കോട്ടയം ചൈതന്യ ആശുപത്രിയിലേക്കുമാണ് നൽകിയത്. തീവ്ര ദുഃഖത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. അതേസമയം അമിത വേഗത്തിൽ കാറോടിച്ച് അപകടമുണ്ടാക്കിയ പാലാ സ്വദേശി ജോർജ് കുട്ടി ആനത്തോട്ടം ഇപ്പോഴും ഒളിവിലാണ്. അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം കാറും ഡമ്മി ഡ്രൈവറെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.